നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പെരുമ്പടപ്പ് വന്നേരിയിൽ നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം. 2 പേർക്ക് പരിക്ക്. അപകടത്തിൽ പരിക്കേറ്റ എടപ്പാൾ കോലളമ്പ് സ്വദേശികളായ സുകുമാരൻ, ചന്ദ്രൻ എന്നിവരെ അൽഫസ, പുത്തൻപള്ളി, KMM എന്നീ ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുകുമാരനെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കുന്നംകുളം മലങ്കര ആശുപത്രിയിലേക്ക് മാറ്റി. വന്നേരി സ്കൂളിന് സമീപം പുലർച്ചെ 2 മണിയോടെയാണ് അപകടം നടന്നത്. കടവലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതോത്തര രജത ജൂബിലി ആഘോഷവും സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനവും നടന്നു. ശതോത്തര രജത ജൂബിലിയുടെയും സർഗധ്വനി എന്ന പേരിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന്റെയും ഉദ്ഘാടനം ആലത്തൂർ MP K രാധാകൃഷ്ണൻ നിർവഹിച്ചു. ചടങ്ങിന് MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. പെരുമ്പിലാവ് ജംഗ്ഷൻ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവൃത്തികളും റോഡിലെ പൈപ്പ് സ്ഥാപിക്കലും മൂലം ഉപജീവനം പ്രതിസന്ധിയിലായി ഒരു കൂട്ടം വഴിയോര കച്ചവടക്കാരും വ്യാപാരികളും. പെരുമ്പിലാവ് ജംഗ്ഷൻ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായുള്ള വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിനായി മേഖലയിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചത് പലരുടെയും ജീവിതമാർഗത്തിന് കരിനിഴൽ വീഴ്ത്തിയതായി മേഖലയിലെ കച്ചവടക്കാരും നാട്ടുകാരും പറഞ്ഞു. വർഷങ്ങളായി പ്രദേശത്ത് പത്രം, മുറുക്കാൻ, ചായക്കച്ചവടം, നിലക്കടല, ലോട്ടറി തുടങ്ങി ചെറുകിട കച്ചവടം നടത്തിവന്നിരുന്ന പൊറവൂർ ചൂണ്ടലാത്ത് വിജയൻ, പെരുമ്പിലാവ് സ്വദേശി കുഞ്ഞിമുഹമ്മദ്, പുത്തംകുളം സ്വദേശി സിറാജുദ്ദീൻ, പരീത്, കോലാടിക്കുന്ന് സ്വദേശി കുഞ്ഞിമോൻ തുടങ്ങിയവരെയാണ് നിർമ്മാണ പ്രവൃത്തികൾക്കായി ഒഴിപ്പിച്ചത്. സമീപത്തെ ബസ് കാത്തിരിപ്പു കേന്ദ്രവും വർഷങ്ങളായി ഓട്ടോ തൊഴിലാളികൾ ഉപയോഗിച്ചിരുന്ന വിശ്രമകേന്ദ്രവും ഇതിനായി പൊളിച്ചു നീക്കിയിട്ടുണ്ട്. ആഴ്ചകൾക്ക് മുമ്പ് മരങ്ങളും മറ്റും നീക്കം ചെയ്തതല്ലാതെ മറ്റ് നിർമ്മാണ ജോലികളൊന്നും ഇതുവരെ മേഖലയിൽ ആരംഭിച്ചിട്ടില്ല. വിശ്രമസ്ഥലം പൊളിച്ചതിനാൽ കൊടുംവെയിലത്തും മഴയത്തും ഓട്ടോ തൊഴിലാളികൾക്ക് കയറി നിൽക്കാൻ ഇടമില്ലാതായെന്നും പരിഭവമുണ്ട്. ഞാനിവിടെ 98 കച്ചവടം തുടങ്ങിയതാണ്. അന്ന് തുടങ്ങുമ്പോൾ പത്രവും പിന്നെ ലോട്ടറി ആയിരുന്നു. അതിന് ശേഷമാണ് മറ്റുള്ള ഈ ലേഡീസ് കറ്റ് പിന്നെ അതുപോലുള്ള ചെറിയ സാധനങ്ങളൊക്കെ. ജംഗ്ഷനിൽ ഇടം എന്ന പേരിൽ 9 ലക്ഷം രൂപ ചെലവഴിച്ച് പഞ്ചായത്ത് നിർമ്മിക്കുന്ന വിശ്രമ കേന്ദ്രത്തിൽ ഓട്ടോ തൊഴിലാളികൾക്കും അധികാരികൾ കനിഞ്ഞാൽ ഒരിടം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. കൂടാതെ ചൂണ്ടൽകുറ്റിപ്പുറം സംസ്ഥാനപാതയിലെ ജലവിതരണ പൈപ്പ് സ്ഥാപിക്കൽ ജോലികൾ റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായി അടച്ചാണ് തുടങ്ങിയിട്ടുള്ളത്. ആഴ്ചകളോളമായി ഈ ഭാഗത്തെ എസ്പാന ഹോട്ടൽ, റോയൽ കഫ്തേരി തുടങ്ങിയ ഭക്ഷണശാലകളും 50ഓളം മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ട നിലയിലാണ്. ഇതും കച്ചവടക്കാർക്ക് കനത്ത സാമ്പത്തിക നഷ്ടത്തിന് ഇടയാക്കിയിട്ടുണ്ട്. വിശ്രമകേന്ദ്രത്തിന്റെയും പൈപ്പിടൽ ജോലികളുടെയും നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കണമെന്നും ദളിത് ആക്ടിവിസ്റ്റ് ചന്ദ്രൻ തൃപ്പണത്തിനൊപ്പം നാട്ടുകാരും വ്യാപാരികളും ആവശ്യപ്പെട്ടു. സർക്കാരിൻ്റെ സൗന്ദര്യവൽക്കരണവുമായി റോഡ് ഭാഗമായി കലാകാലങ്ങളായി മുറുക്കാൻ കച്ചവടം, ബീഡിക്കച്ചവടം, ലോട്ടറി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന, അതുകൊണ്ട് ഉപജീവനമാർഗം നേടിയിരുന്ന പാവപ്പെട്ട ആളുകളുടെ ഈ ജീവിതമാർഗങ്ങളൊക്കെ കർഷകർക്ക് അവരുടെ പെരുവഴിയിലാക്കി അവരുടെ ജീവിതം വഴിമുട്ടി സാധിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാക്കുവാൻ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി സമര പോരാട്ടങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പ് ശേഖരണത്തിന് തുടക്കം കുറിച്ചു. പടിഞ്ഞാറേനടയിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് OKR മണികണ്ഠന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഒപ്പ് ശേഖരണ സദസ്സ് KPCC സെക്രട്ടറി CC ശ്രീകുമാർ പ്രഥമ ഒപ്പിട്ട് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ അരവിന്ദൻ പല്ലത്ത്, R രവികുമാർ, KP ഉദയൻ, ശശി വാറനാട്ട്, CS സൂരജ്, ബാലൻ വാറനാട്ട്, ശൈലജ ദേവൻ, KPA റഷീദ്, ശശി വല്ലാശ്ശേരി, പ്രിയ രാജേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. CPIM വനിതാ നേതാവ് KJ ഷൈനിനെതിരെ നവമാധ്യമങ്ങളിലൂടെ അപവാദ പ്രചരണം നടത്തുകയും നാട്ടുകാരിൽ നിന്ന് പണം പിരിച്ചു വാങ്ങിയ ആംബുലൻസ് കാണാതായ സംഭവത്തിലും പ്രതിഷേധിച്ച് DYFIയുടെ നേതൃത്വത്തിൽ മുതുവട്ടൂരിൽ ബഹുജന പ്രതിഷേധം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS അശോകൻ, മേഖലാ സെക്രട്ടറി മുഹമ്മദ് റിനോസ്, ലോക്കൽ കമ്മിറ്റി അംഗം VG ബിജി, അജിത് മുഹമ്മദ്, PV നഹാസ്, ശ്രീലാൽ എന്നിവർ സംസാരിച്ചു.
പെരുമ്പിലാവ് അംബേദ്കർ നഗർ റോഡിലെ വെള്ളക്കെട്ടിന് 5 വർഷമായിട്ടും ശാശ്വത പരിഹാരമായില്ല. പ്രദേശവാസികളുടെ യാത്രാ ദുരിതത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു. വെള്ളക്കെട്ട് മൂലം റോഡ് തകർന്ന് തരിപ്പണമായി കാൽനട പോലും ദുസ്സഹമായിരിക്കുന്ന അവസ്ഥയാണ്. ആൽത്തറ തിപ്പലശ്ശേരി ഭാഗത്തു നിന്നും പെരുമ്പിലാവ് ജംഗ്ഷനിലേക്ക് എളുപ്പമാർഗമെത്താനുള്ള പാത കൂടിയാണിത്. വെള്ളക്കെട്ട് മൂലം 300 മീറ്ററോളം റോഡ് പാടെ തകർന്നു. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. പെരുമ്പിലാവിലെ 15-ാം വാർഡിലെ പ്രധാന റോഡായ അംബേദ്കർ നഗറിലേക്കും തിപ്പലശ്ശേരി ആൽത്തറ എരുമപ്പെട്ടി ഭാഗത്തിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡിന്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. അനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്പിറ്റലുകളും ഉള്ള ജോലിക്കാരും കുട്ടികളുമായി പോകേണ്ട ഈ റോഡിലെ അവസ്ഥ വളരെ പ്രയാസപ്പെട്ട. കനത്ത മഴ മൂലം റോഡിന് ഇരുവശത്തെ കാനകളും മണ്ണു വന്ന് നിറഞ്ഞ അവസ്ഥയിലാണ്. വർഷങ്ങളായി മേഖലയിലെ റോഡ് ശാസ്ത്രീയമായി നിർമ്മിക്കുകയും കാനകൾ വൃത്തിയാക്കുകയും വെള്ളം ഒഴുകിപ്പോകുന്നതിനായുള്ള സമീപത്തെ തോട് വൃത്തിയാക്കുകയും ചെയ്യണമെന്ന് നാട്ടുകാർ നിരന്തരമായി പഞ്ചായത്ത് അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടും പരിഹാരമായിട്ടില്ലെന്ന് പരാതിയുണ്ട്. റോഡിലെ വെള്ളക്കെട്ടിനും റോഡിന്റെ തകർച്ചയ്ക്കും ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നും റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും വെൽഫെയർ പാർട്ടി പെരുമ്പിലാവ് യൂണിറ്റ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ ആവശ്യപ്പെട്ടു. നിഷാദ് ആൽത്തറ, ഹസീന സലിം, CM താഹ എന്നിവർ സംസാരിച്ചു. വല്ലൂർ പഞ്ചായത്തിലെ പെരുമ്പിലാവിൽ നിന്ന് അംബേദ്കർ നഗറിലേക്ക്, അതേപോലെ തന്നെ തിപ്പലശ്ശേരി ആൽത്തറ എരുമപ്പെട്ടി ഭാഗങ്ങളിലേക്ക് പോകുന്ന ഒരു എളുപ്പവഴി എന്നുള്ള രൂപത്തിൽ ആളുകൾക്ക് നടന്നു പോകാനും വണ്ടികളിലൂടെയൊക്കെ പോകാൻ ആവുന്ന ഒരു റോഡായാണ് ഇതിനെ കാണുന്നത്. ഈ റോഡിന്റെ അവസ്ഥ 5 വർഷങ്ങളായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. കാൽനടയാത്രക്കാർക്ക് പോലും ദുസ്സഹനീയ. പ്രദേശവാസികൾ നിരന്തരം അപേക്ഷകൾ സമർപ്പിച്ചിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കാതായതോടെ സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി റോഡ് സഞ്ചാരയോഗ്യമാക്കിയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാവ മാളിയേക്കലിന് PFA പെരുമണ്ണൂർ സ്നേഹാദരം നൽകി. സ്വന്തം കയ്യിൽ നിന്നും 1 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പട്ടിത്തറ പഞ്ചായത്തിലെ 14-ാം വാർഡ് കോട്ടപ്പാടത്തെ നൌഷാദ് പടി റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. മാളിയേക്കൽ ബാബയുടെ വസതിയിൽ നടന്ന ചടങ്ങിൽ പെരുമണ്ണൂർ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് MV സുരേഷ്, മെമ്പർമാരായ ഉണ്ണികൃഷ്ണൻ, ഗഫൂർ, ഉദയൻ, നിതീഷ്, സുകുമാരൻ, സുജിത്, സജീവ് എന്നിവർ. വേലൂർ ഗവൺമെന്റ് രാജാ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ജീവിതോത്സവം 2025 പദ്ധതിക്ക് തുടക്കമായി. വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജീവിതോത്സവം. പദ്ധതിയുടെ യൂണിറ്റ് തല ഉദ്ഘാടനം വേലൂർ പഞ്ചായത്ത് അങ്കണത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി നിർവഹിച്ചു. SMC ചെയർമാൻ TD ദയൻ അധ്യക്ഷനായി. പഞ്ചായത്ത് സെക്രട്ടറി TP സിന്ധു, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ നിഷ ജി നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടനുബന്ധിച്ചു നടന്ന ചലഞ്ചുകളുടെ ഭാഗമായി ഒരുക്കാം ആനന്ദ ചുവടുകൾ, ശിരസ്സുയർത്തിപ്പാടാം എന്നീ ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. 21 ദിവസം നീണ്ടുനിൽക്കുന്ന പ്രവർത്തനാധിഷ്ഠിതമായ ചലഞ്ചുകൾ ഉൾപ്പെടുത്തിയുള്ള വ്യക്തിഗത പ്രവർത്തനങ്ങളാണ് ജീവിതോത്സവം 2025 ലക്ഷ്യമിടുന്നത്. ലോക നാളികേര ദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ബോട്ടണി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സസ്യ 2025 സംഘടിപ്പിച്ചു. സസ്യശാസ്ത്ര വിദ്യാർത്ഥികളിൽ വിവിധ കാർഷിക വിളകളുടെ ഉൽപ്പത്തിയും പ്രാധാന്യവും മറ്റ് സവിശേഷ ഗുണങ്ങളെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണം നൽകുന്നതിനായുമാണ് പരിപാടി നടത്തുന്നത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ് ഉദ്ഘാടനം ചെയ്തു. ബോട്ടണി വകുപ്പ് മേധാവി ഡോക്ടർ MR നിരഞ്ജന അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ G ഗായത്രി, ഡോക്ടർ TM പ്രജിത്ത്, ഡോക്ടർ V സുമതി എന്നിവർ സംസാരിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഡിജിറ്റൽ ഫെസ്റ്റ് ടെക്ട്രോവ് എക്സ്പോ സംഘടിപ്പിച്ചു. പഴഞ്ഞി MD കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മഞ്ജു K മത്തായി ഡിജിറ്റൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക വിദ്യകളുടെ നൂതന പ്രവണതകളെ അറിയാനും ആഗോളതലത്തിലെ മാറ്റങ്ങൾക്കൊപ്പം മുന്നേറാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാൻ ഡിജിറ്റൽ ഫെസ്റ്റ് സഹായകമാകുമെന്ന് ഡോക്ടർ മഞ്ജു K മത്തായി പറഞ്ഞു. ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പാൾ ഡോക്ടർ CL ജോഷി, MD കോളേജ് കമ്പ്യൂട്ടർ വിഭാഗ മേധാവി ബെൻസൺ, ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഷെബ ജോർജ്, വൈസ് പ്രിൻസിപ്പാൾ C രാധാമണി, സൈബർ സ്ക്വയർ പ്രതിനിധി MR അമൽ, സ്കൂൾ പീപ്പിൾ ലീഡർ നേഹ ഷഫീഖ്, അസിസ്റ്റന്റ് സ്കൂൾ പീപ്പിൾ ലീഡർ ഹനാഷ് നൌഫൽ എന്നിവർ സംസാരിച്ചു. ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെയും ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ശ്രീപതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, തേജസ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയിലെ വിദ്യാർത്ഥികൾ പ്രൊജക്ടുകൾ അവതരിപ്പിച്ചു.
വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, ഗെയിം ഡെവലപ്മെന്റ്, റോബോട്ടിക് ആനിമേഷൻ എന്നീ വൈവിധ്യമാർന്ന പരിപാടികൾ ഡിജിറ്റൽ ഫെസ്റ്റിന്റെ പ്രധാന ആകർഷകങ്ങളായിരുന്നു. ഡിജിറ്റൽ ഫെസ്റ്റിനോടനുബന്ധിച്ച് പൈത്തൺ പ്രോഗ്രാമിംഗ്, ടെക് ടോക്ക്, ആനിമേഷൻ എന്നിവയിൽ വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. കമ്പ്യൂട്ടർ വിഭാഗം അധ്യാപകരായ MC അശ്വതി, PC റൂമി, നിബ മനു, നിത്യ കെ കുമാർ, അഞ്ജു എന്നിവർ നേതൃത്വം നൽകി. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃത്താല മേഖല ID കാർഡ് വിതരണവും മേഖലാ കൺവെൻഷനും ശനിയാഴ്ച നടക്കും. രാവിലെ 11-ന് കൂറ്റനാട് പ്രസ് ക്ലബ് ഹാളിൽ നടക്കുന്ന ID കാർഡ് വിതരണം ഷൊർണൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് R മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്യും. CPM തൃത്താല ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് മാസ്റ്റർ, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, BJP കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട്, KMPU സംസ്ഥാന ജില്ലാ നേതാക്കൾ എന്നിവർ പങ്കെടുക്കും. തുടർന്ന് നടക്കുന്ന മേഖലാ കൺവെൻഷനിൽ പ്രവർത്തന റിപ്പോർട്ട്, ചർച്ച, പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കൽ എന്നിവ നടക്കും. തിരുവത്ര അൽ റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 7ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി IAS ജൂനിയർ കോഴ്സിന്റെ സൗജന്യ ഓറിയന്റേഷൻ നടത്തുന്നു. പെരിന്തൽമണ്ണ KREA ജൂനിയർ IAS കോച്ചിംഗ് സെന്ററിന്റെ സഹകരണത്തോടെ സെപ്റ്റംബർ 27 ശനിയാഴ്ച വൈകിട്ട് 4-ന് അൽ റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാളിൽ KREA അക്കാദമിക് ചെയർമാനും പെരിന്തൽമണ്ണ MLAയുമായ നജീബ് കാന്തപുരം ഉദ്ഘാടനം നിർവഹിക്കും. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 7560810823 എന്ന നമ്പറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. അൽ റഹ്മ വൈസ് പ്രസിഡന്റ് MA മൊയ്തീൻ ഷാ, അക്കാദമിക് ചെയർമാൻ അഹമ്മദ് കബീർ ഫൈസി, ചീഫ് കോർഡിനേറ്റർ TM മൊയ്തീൻ ഷാ, അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ സിറാജ് P ഹുസൈൻ, അംഗം VA മുഹമ്മദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 10,490 രൂപ, പവന് 83,920 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 144 രൂപ. ചരമം. ചാവക്കാട് മണത്തല സ്വദേശിയായ യുവാവ് ദുബായിൽ മരിച്ചു. മണത്തല സിംഗർ ലൈനിൽ വലിയകത്ത് തൈവളപ്പിൽ സലീമിന്റെ മകൻ 26 വയസ്സുള്ള ഇയാസാണ് മരിച്ചത്. മണത്തല മഹല്ല് മുൻ പ്രസിഡന്റ് TV ഹസൻകുട്ടിയുടെ പേരമകനാണ്. ഷമീറ മാതാവും റിജാസ് സഹോദരനുമാണ്. ഖബറടക്കം പിന്നീട് നടത്തും. പഴഞ്ഞി പെരുന്തുരുത്തി മൂർത്താട്ടിൽ കുഞ്ഞൻ നിര്യാതനായി. 93 വയസ്സായിരുന്നു. സംസ്കാരം അയ്നൂർ ക്രിമിറ്റോറിയത്തിൽ നടത്തി. ജാനകി ഭാര്യയും ദാസൻ, സജി, കാർത്തിയായനി, സുജാത, ഷിജി എന്നിവർ മക്കളുമാണ്. കോട്ടപ്പടി കിഴുവറ ഔസേപ്പുണ്ണി ഭാര്യ ഏലിയാകുട്ടി നിര്യാതയായി. 94 വയസ്സായിരുന്നു. 26 വർഷമായി പരേതയുടെ സഹോദരിയുടെ മകളായ ലൂസിയുടെ ആർത്താറ്റിലെ വീട്ടിലായിരുന്നു താമസം. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.